പ്രിയപ്പെട്ടവരെ, ഇത് പറയാനൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ രോഗമായ നമ്മളിൽ പലരെയും ഇത്തവണ ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയാണ് മോഹൻലാൽ തീർത്ഥാടനം പൂർത്തിയാക്കിയത്. ഉഷപൂജ വഴിപാടാണ് ലാലേട്ടൻ നടത്തിയത്. മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഇത്തവണ മോഹൻലാലിന്റെ ശബരിമല ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മമ്മൂട്ടിക്കായുള്ള പ്രാർത്ഥനയും വഴിപാടുമാണ്. അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമമെടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി. വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നാൽ വൻകുടലിലെ അസുഖം കണ്ടെത്തിയെന്നത് വസ്തുതയാണ്. പിന്നീട് അത് നിഷേധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത നൽകി. എല്ലാം അസുഖം സ്ഥിരീകരിച്ച വാർത്തയാണ് നൽകിയത്. പല പ്രമുഖ ചാനലുകളുമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തുമ്പോൾ എല്ലാം വ്യക്തമാവുകയാണ്. തൻ്റെ ജ്യേഷ്ഠ സഹോദരന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടണമെന്ന മനസ്സാണ് ആ വഴിപാടിൽ കണ്ടത്. ശബരിമലയ്ക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിൻ്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം. ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചെന്നൈയിലെ വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എന്നും പോയി മടങ്ങത്തക്ക വിധമാണ് റേഡിയേഷൻ ക്രമീകരിച്ചിട്ടുള്ളതെന്നും നേരത്തെ തന്നെ രോഗനിർണയം നടത്തുന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിയുമെന്നും ഒപ്പം തന്നെ ലാലേട്ടനും എല്ലാ കാര്യങ്ങളിലും കുടുംബസമേതം സഹായവുമായി എത്തിയിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇവരുടെ സൗഹൃദം കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് അല്ലേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങളൊരു മമ്മൂട്ടി മോഹൻലാൽ ആരാധകനാണെങ്കിൽ ലൈക്ക് മമ്മൂക്ക എന്നും ലാലേട്ടൻ എന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.